നമസ്കാരം. അമേരിക്കൻ ബോംബർ വിമാനങ്ങളെ കത്തിച്ച് ഇറാൻ. നെതന്യാഹുവിന് ഇറാന്റെ മരണ വാറന്റ്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇസ്രായേലിന് നേരെ ഇറാന്റെ വൻ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. ലബനനിൽ ഇസ്രായേൽ സൈന്യം തുടർച്ചയായി നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കും ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തകർക്കുന്നതിനുമുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി കൂട്ടത്തോടെ മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത സംഘർഷങ്ങൾക്കൊടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലിന് ശേഷം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് നേരെ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇറാൻ മിസൈലുകൾ അതിർത്തി കടന്നെത്തിയതോടെ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അപായ സേനകൾ മുഴങ്ങിക്കഴിഞ്ഞു. ജനങ്ങളോട് സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാൻ ഇസ്രായേൽ പ്രതിരോധ സേന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പല മിസൈലുകളും ഇസ്രായേലിന്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം പ്രതിരോധ സംവിധാനം തകർത്തതായിട്ടുള്ള പ്രാഥമിക വിവരങ്ങളടക്കം പുറത്തു വരുന്നു. ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ ഈ മിസൈലുകളെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായിട്ട് തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന ഇറാന്റെ തുടർ ആക്രമണങ്ങളെയും മിസൈൽ നീക്കങ്ങളെയും നേരിടുവാനും ചെറുക്കുവാനും ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഒരുങ്ങിയതായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. ആക്രമണം നടന്നതായിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും നടന്ന പ്രദേശം, വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടേയില്ല. ഇസ്രായേൽ തുടരുന്ന ലെബനൻ ആക്രമണമാണ് ഇറാന്റെ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിന് പ്രധാന കാരണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ അറിയിച്ചു. മേഖലയിൽ തുടരുന്ന നാവിക ഉപരോധവും ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് കാരണമായതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തെഹ്റാൻ കത്തണമെന്നാണ് ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ മന്ത്രി ഇറ്റ്മർ ബെൻ ഗിവർ പ്രതികരിച്ചത്. അതേസമയം മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രത പുലർത്തുകയാണ്. ലബനിലെ ഹിസ്ബുള്ള കമാൻഡർമാരെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഇറാന്റെ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിന് കാരണമായി മാറിയത്. തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകിക്കഴിഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ രംഗമൊന്ന് ശാന്തമായതുപോലെ. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ആ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് നേരിട്ട് തീമഴ പെയ്യിച്ചിരിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര യുദ്ധകാല മന്ത്രിസഭാ യോഗമടക്കം വിളിച്ചു ചേർക്കുകയും പുതിയ യുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേലിനെ ആക്രമിച്ചതിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇസ്രായേലിനെ സഹായിക്കുവാനോ ഇറാന് നേരെ പ്രത്യാക്രമണം നടത്തുവാനോ അമേരിക്ക മുതിർന്നാൽ പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളും തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാകുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാടോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് വരും മണിക്കൂറുകളിൽ ഇസ്രായേൽ അതിശക്തമായുള്ള തിരിച്ചടി നൽകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പുറമെ മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഇതേ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള US സേന തങ്ങളുടെ താവളങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാന്റെ തുടർ ആക്രമണങ്ങളെ ശക്തമായിട്ട് ചെറുക്കുവാനും പ്രതിരോധിക്കുവാനും ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മിഡിൽ ഈസ്റ്റിൽ വൻ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തലടക്കം ഇപ്പോൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. നേരത്തെ ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അന്നുണ്ടായ നാശനഷ്ടങ്ങൾ നികത്തുവാൻ അമേരിക്കയിലുള്ള ഇറാന്റെ ആസ്തികൾ കണ്ടുകെട്ടി ഉപയോഗിക്കുവാൻ അമേരിക്ക നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ സംഭവിച്ചതും വരും ദിവസങ്ങളിൽ ഇറാൻ ആക്രമണത്തിൽ ഉണ്ടായേക്കാവുന്നതുമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായിട്ട് ഇറാന്റെ സമ്പത്ത് തന്നെ ഉപയോഗിക്കുവാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന കാര്യം കൂടി അതിനെ ഉദ്ധരിച്ചുകൂടി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിലുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും പുനർനിർമ്മാണത്തിനുള്ള ചെലവും വിലയിരുത്തുവാൻ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസൻ പ്രത്യേക സംഘത്തിന് ഇതിനോടകം തന്നെ നിർദ്ദേശവും നൽകി. എങ്കിലും ഇറാന്റെ ഏതുതരം ആസ്തികളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ഈ നടപടി US ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിലുള്ള തങ്ങളുടെ $24 ബില്യൺ മരവിപ്പിച്ച ആസ്തികൾ അമേരിക്ക വിട്ടു നൽകിയാൽ മാത്രമേ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമീനിയുടെ ഉപദേശകൻ മൊഹ്സൻ റസായി കഴിഞ്ഞ ദിവസം CNN പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം നടക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ പുതിയ നീക്കം സമാധാന ചർച്ചകൾക്ക് വിലങ്ങുതടിയായേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സമാധാന ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലായിരിക്കുകയാണ്. ഇനി അമേരിക്ക എന്ന് മാത്രമല്ല ഇസ്രായേൽ ആണെങ്കിലും ഏത് തരത്തിലുള്ള യുദ്ധവുമായിട്ട് ഇറാനെതിരെ വന്നിരുന്നാലും ഇറാന്റെ മുന്നറിയിപ്പുകൾ വളരെ വലുതാണ്. ഇപ്പോൾ തന്നെ അമേരിക്കൻ ബോംബർ വിമാനങ്ങളെ അടക്കം കത്തിച്ചു ചാമ്പലാക്കുമെന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇസ്രായേൽ ഇനിയും മുന്നോട്ട് കിടക്കുന്ന ഒരു നിമിഷം ഉണ്ടാവുകയാണെങ്കിൽ
നെതന്യാഹുവിന് ഇറാന്റെ മരണ വാറണ്ട് പുറപ്പെടുവിക്കുകയാണ്. നെതന്യാഹുവിനെ വധിക്കുക എന്നുള്ളത് ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. കാരണം ഇസ്രായേലിൽ നിന്ന് ഇത്തരത്തിലൊരു ബോംബ് വീണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോടുകൂടി അന്ന് കുറിച്ചു വെച്ചതാണ് ഇറാൻ നെതന്യാഹുവിന് ഒരു മരണ വാറണ്ട്. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.